ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. ഇപ്പം ഞാൻ ആമസോണിൽ നിന്ന് ഒരു 3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഐറ്റം ഇതാണ് കേട്ടോ. ഇത് വേറൊന്നുമല്ല, ദോശത്തവയാണ്. അപ്പോൾ കുറച്ച് നാളായി എൻ്റെ കിച്ചണിൽ എനിക്ക് നല്ലൊരു ദോശത്തവ ഇല്ല. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കണം ഒരു ദോശത്തവ വാങ്ങിക്കണം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇത് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കൈയോടെ കൂടെ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ദോശത്തവ. കണ്ടോ, ഇതാണ് നമ്മുടെ ദോശത്തവ. ഇതിന് വക്കില്ല, അറ്റുമില്ല കേട്ടോ, പ്ലെയിൻ ആണ്. പിന്നെ 4.88 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ്. 4.88 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് വന്നിട്ട്. പിന്നെ ഇത് എന്താ പറയുക, 30 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഇത് വലിപ്പം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വലിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അലൂമിനിയത്തിൻ്റെയാണ്. എന്താ പറയുക, സൊലിമോ ദോശത്തവ എന്ന് പറയുന്നത്, നോൺ സ്റ്റിക്കാണ്. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, നല്ല സ്ക്രാച്ച് ആവാത്ത രീതിയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഐറ്റം ഉണ്ടാക്കിയതിന് ശേഷം അത് ചൂടാറാൻ വെച്ചിട്ട് വേണം നമ്മളിത് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ച് നാളധികം നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതൊരു നല്ല ദോശത്തവയായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് വലുതല്ല, എന്നാൽ ഒരുപാട് ചെറുതല്ല. നമുക്ക് മീഡിയം ദോശ, ചെറിയ ദോശ തൊട്ട് വലിയ ദോശ വരെ എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ദോശത്തവ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 999 ആണ്. അപ്പോൾ എല്ലാവർക്കെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ നല്ല സൂപ്പർ തവ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ രണ്ടാമത്തെ സാധനം ഈ ഒരു സംഭവമാണ്. ഇത് വേറെ നല്ല കിച്ചൺ ഓർഗനൈസേഴ്സ് ആണ്. 18 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഓർഗനൈസറിൻ്റെ ഒരു ബോട്ടിൽ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ. ഇതിനകത്ത് ഈ ഒരു കണ്ടെയ്നർ ഇൻക്ലൂഡഡ് 2 കണ്ടെയ്നർ കൂടി ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ 650 ml 6 പീസ്, പിന്നെ 1.20 ലിറ്റേഴ്സിൻ്റെ 6 പീസ്, 350 ml 6 പീസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ 3 എണ്ണമായിട്ടുള്ള ഒരു 5 സെറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കാൻ നല്ല ക്വാളിറ്റിയാണ്, എയർ ടൈറ്റ് ആണ്, സൂപ്പർ കണ്ടെയ്നേഴ്സാണ്. നമ്മൾ നമ്മുടെ കിച്ചൻ്റെ വാർഡ്രോബൊക്കെ അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിച്ചൺ ഓർഗനൈസറാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് പൈസ 370 ആണ് തോന്നുന്നു. 370 ആണ് ഈ ഒരു മൊത്തം പാക്കേജിന് പൈസ. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് ഉള്ള സംഭവമാണ്. ഈ ഒരു ഐറ്റത്തിന് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ 3 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളത് ആമസോണിൽ പോയിട്ട് ഓർഡർ ചെയ്യൂ, ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഐറ്റം വന്നിട്ട്. പിന്നെ നമ്മുടെ തേർഡ് ഐറ്റം വേറെ ഒന്നല്ല, ഈ ഒരു റൈസ് കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഐറ്റം, അന്ന അലുമിനിയത്തിൻ്റെ ജാക്സൺ റൈസ് കുക്കർ. ഇത് 6.4 ലിറ്ററാണ് കപ്പാസിറ്റി, 1 kg. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഐറ്റം. ഇതെനിക്ക് ഇത് അടയ്ക്കുന്നതിൽ കുറച്ചൊരു ഇത് തോന്നിയായിരുന്നു. കാരണം ഈ ഒരു വാഷർ കണ്ടോ, ഈ ഒരു വാഷർ നമ്മൾ പിടിച്ചിട്ട് കൃത്യമായിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കണം. കണ്ടോ, ഇവിടെ അത് ഇല്ല. എങ്ങനെ അത് ക്ലോസ് ചെയ്യാൻ നോക്കിയാലും ഈ ഒരു കുറച്ച് ഭാഗം അങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കും. പക്ഷേ ഇത് വെൽ ക്ലോസ്ഡ് ആണ് നമ്മൾ അടയ്ക്കുമ്പോൾ. പക്ഷേ ഈ ഒരു വാഷറിൻ്റെ ഒരു പ്രശ്നം, അത് എന്താണെന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് കുക്കർ. ഇതിനകത്ത്
ഇതിൻ്റെ കലമുണ്ട്, കലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിനകത്ത് വന്ന ഒരു കലം കണ്ടോ, നല്ല മൂടി. അതാണ് കലം. പക്ക അലുമിനിയാണ് കേട്ടോ. അത് ഈ ഒരു പീസ് സെറ്റും കൂടി അവൈലബിൾ ആണ്. അതായത് 2 സൈഡിൽ പിടുത്തമാണിത്, പിടിക്കുന്ന ആ ഒരു സംഭവമാണിത്. പിന്നെ ഈ ഒരു റൗണ്ട് കാണുന്നത്, നമ്മൾ ഈ ഒരു റൗണ്ട് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ കലം വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്ര സ്ഥലങ്ങളിലൊന്നും ഇതുവരെ എന്താ പറയുക ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1950 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്കിത് എന്താ പറയുക, ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ പോകുമ്പോൾ എന്തായാലും അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കവിടെ അടുപ്പില്ല. അപ്പം ഗ്യാസ് ഒരുപാട് നമുക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രിക് സ്റ്റവ് ആണെങ്കിലും ഗ്യാസ് ആണെച്ചാൽ ഒരുപാട് വേസ്റ്റ് ആവില്ല ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ. റൈസ് കുക്കർ കുറച്ച് നാളായി ഇതുപോലെ എൻ്റെ മനസ്സിൽ വാങ്ങിക്കണം. അപ്പോൾ അതും അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചു. അപ്പോൾ 3 സാധനങ്ങൾ ആമസോണിൽ കിട്ടി. ഞാൻ വളരെ എന്താ പറയുക തൃപ്തി ആയിട്ടുണ്ട് എനിക്ക് ഈ 3 സാധനങ്ങൾ കൈ കിട്ടിയിട്ട്. കാരണം 3 അത്യാവശ്യം നല്ല ക്വാളിറ്റീൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അതിൽ പോയിട്ട് വാങ്ങിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോകൾ ഇങ്ങനെ പിന്നാലെ വരും. അപ്പോൾ എല്ലാ വീഡിയോയും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.